വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. അങ്കൂന് സ്കൂളില്ല, കാരണം ശനിയാഴ്ച ഇവിടെ ഇലക്ഷനാണ്. പക്ഷെ രാക്കയ്ക്ക് ഓഫീസുണ്ട്, സ്കൂളിലൊക്കെ അവധി കൊടുത്തേക്കും, അവനിവിടെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈസി കേക്ക് ഉണ്ടാക്കാമെന്ന്. കാരണം നമ്മൾ നമ്മുടെ ആനിവേഴ്സറിക്ക് അങ്കൂൻ്റെ ബർത്ത്ഡേക്കൊക്കെ വാങ്ങിച്ച ഐസിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ഐസിങ് ചെയ്യുന്ന കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ആ കാണിച്ച അളവ് കട്ടോരിയിൽ 1.5 കപ്പ് മൈദയും 1/2 കപ്പ് ചോക്ലേറ്റ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇടഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ മുട്ടയും 2 മുട്ട കേട്ടോ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1 കപ്പ് നെയ്യ് ഉരുക്കിയതും കൂടെ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്കാണ് നമ്മുടെ ഈ പൊടി ഉണ്ടല്ലോ, മൈദ, ചോക്ലേറ്റ് പൗഡർ, ബേക്കിംഗ് പൗഡർ കൂട്ട് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേക്ക് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. നെയ്യൊക്കെ ഉരുക്കിയതും ചൂടോട് ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മളിതേ കേക്ക് ഒരു ടിന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, ബബിൾസൊക്കെ ഒന്ന് പോകുമല്ലോ. പിന്നെ എൻ്റെ ഓവനിൽ ഒരു 35 മിനിറ്റ്സിൽ 150 ഡിഗ്രി, ഇതാണ് കേക്കിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. പ്രീ ഹീറ്റ് ഒരു 10 മിനിറ്റ്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദേ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പൊങ്ങി വരുന്ന കേക്കല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, ഐസിങ് ചെയ്യാനാണ്. അപ്പം ഞാൻ കൂടുതലും ബേക്കിംഗ് പൗഡറൊന്നും ഇട്ടിട്ട് അങ്ങനെ അങ്ങ് വലുതാക്കാറില്ല കേക്ക്. ഇത് തന്നെയാണ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് കേക്കായിട്ട്. നമുക്കൊന്നത് കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഐസിങ് ചെയ്തിട്ടേ കഴിക്കുന്നുള്ളൂ കേട്ടോ. രാക്കയാണ് നമ്മുടെ ഐസിങ് പരിപാടിയൊക്കെ. അപ്പോൾ അതേ രാക്കെ ഓഫീസിൽ നിന്ന് വന്നിട്ട് യൂണിഫോം പോലും ഊരിയിടാതെ ആദ്യം അതിനായിട്ട് അങ്ങ് ഇറങ്ങി. ഇതിന് കുറച്ച് ക്ഷമയുള്ള പ്രോസസ്സാണ്, എനിക്ക് അത്ര ക്ഷമ പോരാ, അതുകൊണ്ട് ഞാൻ ഐസിങ് അങ്ങനെ ചെയ്യാറില്ല. ശരിക്കും നമ്മുടെ വിപ്പിംഗ് പൗഡറിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അതിലേക്ക് നല്ല ചിൽഡ് മിൽക്ക് ആയിരിക്കണം. കുറച്ച് ഐസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ബ്ലെൻഡർ ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൈ വെച്ച് ചെയ്താലും മതി. അപ്പോൾ രാക്കെ വന്നിട്ട് ആ ഒരു ജോലി രാക്കേക്കാണ്, ഐസിങ്ങിൻ്റെ രാക്കെ ചെയ്യാന്ന് പറയാം. എനിക്ക് അത്ര ഹാർട്ടൊന്നുമില്ല കേട്ടോ കേക്ക് ഐസ് ചെയ്യുന്നത്. അതേ കേക്ക് ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫേവറേറ്റ് നംകീൻസ് ഒക്കെ രാക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, കുറച്ച് ജിംജാമിൻ്റെ ബിസ്ക്കറ്റും. ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ. ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്, ആമസോൺ അല്ല, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് തോന്നുന്നത്. ബേക്കേഴ്സ് വില്ല് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഐസ്ക്രീം. ഞാൻ നേരത്തെ വാങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം. ജസ്റ്റ് പാലിനകത്തോട്ട് നല്ല തണുത്ത പാലിൽ ഇതിങ്ങനെ വിപ്പ് ചെയ്തങ്ങ് എടുത്താൽ മതി. പിന്നെ നമ്മുടെ കേക്ക് കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചിട്ടിട്ടാൽ ഈ ഐസിങ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഓവറായിട്ട് വലിയ ആർട്ടും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സിമ്പിൾ കേക്കാട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ എന്നോട് ക്ഷമിക്കുക, കാരണം ഒട്ടും ഞങ്ങൾക്ക് വശമില്ലാത്തൊരു കാര്യമാണ് ഈ ഐസിങ്ങും കാര്യങ്ങളും ഒക്കെ. രാക്കെ ചായ പോലും കുടിക്കാതെ അതേ തണുത്തിരിക്കുക ചായ. ആദ്യം അതിനങ്ങ് ഇറങ്ങി. എന്തായാലും ഒരുവിധം സെറ്റായിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കണ്ട, അല്ലെങ്കിൽ അതങ്ങ് ഉരുകി പോകുമല്ലോ. ചൂടൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് തണുക്കണം. പിന്നെ അതേ നല്ല ചുമന്ന ചീര കിട്ടി, അത് വാങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആ നാടൻ ചീരയുടെ ടേസ്റ്റൊന്നും ഇല്ല. ഈ പാട്ട് കേൾക്കുന്നുണ്ടോ, അത് നമ്മുടെ ഇവിടെ നവരാത്രിയുടെ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. 9 ദിവസവും ഇനി ഇതായിരിക്കും, രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ ഈ പാട്ട് കേൾക്കാം. വൈകുന്നേരം ഡാൻഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യമേ ഞാൻ പറയാം, കേക്ക് ആർട്ട് അറിയാവുന്നവർ എന്നോട് ക്ഷമിക്കുക, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു കലാബോധവും ഇല്ല. രാക്കയാണ് ഇന്ന് ചെയ്യുന്നത്, ഞാൻ ചെയ്ത ഇതിലും കൊളാവും. അതുകൊണ്ട് അവർ എന്നോട് ക്ഷമിക്കുക, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കേട്ടോ. അങ്കു അച്ഛ ഐസിങ് ചെയ്യുവാടാ, സെറ്റായി ഐസിങ്. വായോ, പഠിക്കുവാണോ? നോക്ക്, ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ജസ്റ്റ് തിരിച്ചിട്ടിട്ട് അങ്ങ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യും. ഇന്ന് കഴിക്കുന്നില്ല, നാളെ കഴിക്കുന്നുള്ളൂ, കാരണം ഒരു ദിവസം സെറ്റാതെ കഴിച്ചാൽ ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കട്ടെ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക കേട്ടോ. നോക്കട്ടെ, കേക്ക് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ നവരാത്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ വിശേഷമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് ഇതേ കാണിച്ചു തരാം ഗ്രൗണ്ടിലെ ആ ഒരു മേളം. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. 9 ദിവസവും ഇവിടെ ഓരോ ദിവസം ഓരോ കളറിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഡാൻഡിയാസാണ്. ഈ ഗുജറാത്തീസാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പം ഡാൻഡി കളിക്കാനൊന്നും പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് പോയി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. ദേവീനെ അവിടെ ഉണ്ടല്ലോ.
9 മണിയാകുമ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡാൻഡിയ സ്റ്റാർട്ട് ചെയ്യും. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, സ്നാക്സും എല്ലാം ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്ന കേട്ടോ. നമ്മുടെ നാട്ടിൽ ക്ലബ്ബൊക്കെ ഇല്ലേ അതുപോലെ. ഇതാണ് അപ്പം നമ്മുടെ ഡാൻഡിയ ഗ്രൗണ്ട്. അപ്പോൾ അതേ ഈ തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ നെയ്ബർ ദീദി കേട്ടോ, പുള്ളിക്കാരി ഗുജറാത്തിയ. ഞാൻ നേരത്തെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടോ. ഇന്ന് ഇതാണ് അവരുടെ ഒരു തീം എന്ന് പറയുന്നത്. ഡ്രസ്സിൻ്റെയൊക്കെ ബ്ലൂ ആണെന്ന് തോന്നുന്നു. പിന്നെ ഓരോ ദിവസവും ഇവർക്ക് മൊത്തത്തിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് അല്ലേ, അപ്പോൾ ഉള്ളവരൊക്കെ അതിട്ടുകൊണ്ട് വന്ന് അതേ രീതിയിൽ തന്നെ അവർ ആഘോഷിക്കും കേട്ടോ. നേരത്തെ ഒരു ബ്ലോഗിൽ ഞാൻ ഗണപതിയെ വെച്ച ഒരു സ്റ്റേജ് കാണിച്ചില്ലേ, അവിടെ തന്നെ ദേവീനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് വന്നപ്പോൾ നമ്മുടെ ദീദി ഒരു ആൽമരം നട്ട് വളർത്തുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ താഴെ ഒരു നെയ്വിളക്കൊക്കെ കൊളുത്തി വെച്ചേക്കുന്നതുണ്ടോ. പിന്നെ പിട്ടൂണിയ പൂക്കളും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പം ആദ്യം തുണി കഴിവുള്ളത് അങ്ങിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വെയിലിപ്പം നല്ലതായിട്ടുള്ളതുകൊണ്ട് പകൽ സമാധാനമായിട്ട് തുണി നനച്ചിടാം. അപ്പോൾ സാറ്റർഡേ ആണ്. അങ്കൂനും രാഖയ്ക്കും ഒന്നും കൂടുതൽ ഓഫീസും ഒന്നുമില്ല. ഇന്നിവിടെ ഇലക്ഷനാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ ഉണ്ടല്ലോ, ഹരിയാന സ്റ്റേറ്റ് ഇലക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ തലേ ദിവസം രാഖ വാങ്ങി വന്ന ചീര ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, വെള്ളത്തിൽ തന്നെ ഇട്ട് പുറത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ആദ്യം ചായ ഇടുകയാണ്. രാഖ ഞങ്ങൾക്കൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് എന്തായാലും നല്ലതായിട്ട് റിലാക്സ് ചെയ്യാമല്ലോ. ചായയും അങ്കുവിൻ്റെ പാലും ഒക്കെ എടുത്തു വെച്ചു. അങ്കു എഴുന്നേറ്റ് ഫ്രഷായിട്ട് ആ ഫ്രിഡ്ജിൽ ഇരുന്ന കേക്ക് എടുത്ത് പുറത്ത് വെച്ചേക്കും കേട്ടോ. അവനത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഡെക്കറേറ്റ് ചെയ്യാൻ അവന് ജിം ജാമിൻ്റെ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യാൻ പോവാം. കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്കു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ ഇത് മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വയറ് രാവിലെ എനിക്കറിയത്തില്ല ക്രീമൊക്കെ കഴിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ, അവന് സമാധാനം കിട്ടത്തില്ലേ. ഇന്നലെ രാത്രി തന്നെ സമാധാനം കിട്ടാതെ കിടന്നു ഉറങ്ങിയ, സെറ്റാവാതെ നമ്മൾ എടുത്തില്ല. അപ്പോൾ അത് ആ ജിംജാമിൻ്റെ ബിസ്ക്കറ്റൊക്കെ എങ്ങനെയൊക്കെയോ ഡെക്കറേറ്റ് ചെയ്ത് എന്തെങ്കിലും ചേട്ടേ അവരുടെ സന്തോഷമല്ലേ. എന്തായാലും സംഭവം സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ പീസ് ചെയ്തു കേട്ടോ, രാക്കെ പീസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഞാനങ്ങനെ ഐസിങ് കേക്ക് ഉണ്ടാക്കാറില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് കേക്കിൻ്റെ ഒരു ടേസ്റ്റ്, അതൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റേ അല്ല, ശരിക്കും ഐസ്ക്രീമും കേക്കും കൂടെ കഴിക്കുന്ന ഒരു ഫീല്. എന്തായാലും ഞങ്ങളും കഴിച്ചു കേട്ടോ. അങ്കു പിന്നെ കുറച്ച് നേരം പഠിക്കായിരുന്നു, കാരണം ഇവിടെ ഒളിമ്പ്യാഡ് എക്സാംസ് ഉണ്ട്. അവൻ എനിക്ക് തോന്നി ഇംഗ്ലീഷിനും സയൻസിനും മാത്സിനും ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഈ മാസം അതെല്ലാം ഇങ്ങനെ വരുന്നത്. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലേ അത് റെഡിയാകത്തുള്ളൂ. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് വന്ന് നമ്മുടെ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചു, പിന്നെ തുണിയൊക്കെ ഒന്ന് വിരിച്ചു. നല്ല വെയിലുണ്ടേ. കേക്ക് കഴിച്ചുകൊണ്ട് ആർക്കും അത്ര വിശപ്പില്ല ഇപ്പോൾ, എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറണം. ഞാൻ ഈ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇനി കിച്ചണിലോട്ട് അടുത്ത പരിപാടിക്ക് കയറുന്നുള്ളൂ. അപ്പോൾ ബ്രഞ്ച് പോലെ അങ്ങ് കഴിക്കുന്നേ ഉള്ളൂ. എല്ലാവരുടെയും വയറ് ഒരുവിധം സ്റ്റഫാണ്. ആ ക്രീമൊക്കെ കഴിച്ചിട്ട് എന്തോ പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്കങ്ങനെ ചെടുത്തിട്ടൊന്നുമില്ല, വലിയ മധുരവും ഇല്ല. കാരണം അതിനകത്ത് തന്നെ പഞ്ചസാര ഉള്ളതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡലിയുടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പൊങ്ങി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് സാമ്പാറിൻ്റെ പരിപ്പും വേവിച്ചിട്ടു, പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചക്കറി ഇട്ടെന്ന് സാമ്പാർ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇഡലിക്ക് പെട്ടെന്ന് കോരി ഒഴിച്ചാൽ അത് വേകുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറും റെഡിയാവുമല്ലോ. തണുപ്പ് അങ്ങോട്ട് പോകുമ്പോൾ ഇഡ്ഡലി പുളിക്കാനൊക്കെ കുറച്ച് പാടാണ്. എങ്കിലും 2 ദിവസമൊക്കെ വെച്ച് ഞങ്ങൾ പുളിപ്പിച്ചെടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പിലേക്ക് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുത്തു. പിന്നെ ഒരു കഷ്ണം കട്ടക്കായം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, നേരത്തെ വാങ്ങിച്ചത്. അത് ഇട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മുടെ സാമ്പാർ പൊടികളെല്ലാം കൂടെ ഞാൻ വെള്ളത്തിൽ നിന്ന് കലക്കിയിട്ട് അതിനകത്ത് പച്ചക്കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് പച്ചക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പുളിവെള്ളവും കൂടെ പിഴിഞ്ഞൊഴിച്ച് പിന്നെ വറുത്തിട്ട് സെറ്റപ്പാക്കി എടുക്കാം സാമ്പാർ. വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ റെഡി. കൂടെ നമ്മുടെ ഇഡലി. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ തണുപ്പ് വരുമ്പോൾ ഇങ്ങനെ ഇഡലി ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ കുരുവി കണ്ടോ, ഇതിൻ്റെ ഒരു ഇണയും കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും എപ്പോഴും നമ്മുടെ അവിടെ വന്നിരിക്കുവേ. ആദ്യമൊക്കെ അതിന് നമ്മൾ അനങ്ങുമ്പോൾ തന്നെ പേടിയായിരുന്നു, പറന്നു പോകുമായിരുന്നു. ഇപ്പോൾ അടുത്തോട്ട് ചെല്ലുമ്പോഴേ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ അത് പറന്നു പോകുന്നത്. അല്ലെങ്കിൽ അത്ര പേടിയൊന്നും ഇപ്പോൾ അതിനില്ല കേട്ടോ. നമ്മൾ അടുത്തോട്ട് ചെന്നപ്പോൾ ഒന്ന് പേടിയല്ല, നമ്മൾക്ക് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പറന്നു പോയത്. എന്നിട്ട് വീണ്ടും അത് തിരിച്ച് തന്നെ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ഇവിടെ കാണുമെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി. നമ്മുടെ ഫ്രണ്ടിൽ ആ ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന പൂവ് എന്ത് ഭംഗിയല്ലേ. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മുടെ തെച്ചിപ്പൂ പോലാണ്, പക്ഷേ മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട് അതിൻ്റെ ഇലക്കൊക്കെ. പിന്നെ നമ്മുടെ കരിവേപ്പും ആലുവേരയും ചെമ്പരത്തിയൊക്കെ താഴോട്ട് നിൽപ്പുണ്ട് അങ്ങോട്ട് അകത്തോട്ട്. അപ്പോൾ കൂടൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ.
ഒരാക്കെ അകത്തിരിപ്പുണ്ട്. ഒരു ഹായ് പറയാം. ഹലോ. അപ്പം ആ ഫ്രണ്ടിൽ നിന്നുള്ള ചെടി ഞാൻ കാണിച്ചല്ലോ, അതിലേക്കാണ് ഈ തുമ്പികളും ചിത്രശലഭങ്ങളും എന്തോരം സംഭവങ്ങൾ അതിനകത്ത് വരും. അത്രയ്ക്ക് ആൾക്കാർക്ക്, അതായത് ഇങ്ങനെയുള്ള ജന്തുക്കൾക്ക് ഇഷ്ടമുള്ള ഒരു പൂവാണ് അത് കേട്ടോ. ഒത്തിരി തേനുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും ആ ചെടി ബിസിയാണ്, എപ്പോഴും അതിനകത്ത് പൂവും കാണും. എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ബ്രഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ, ഹർഷ വന്നപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ടൗൺ ഉണ്ട്, ഗ്രാമത്തിലെ ഒരു ടൗണ്. അവിടെ ഞങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയയിൽ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് നല്ല ലാഭത്തിൽ കിട്ടും. അതായത് ഇവിടെ മില്ലുകളുണ്ട്. അപ്പോൾ ഹർഷതേ പോകുന്നതിന് മുന്നേ ഉള്ളതാട്ടോ, പോകുന്നതിന് തലേ ദിവസമുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനും രാഖയും ഹർഷയും മാത്രമേ പോകുന്നുള്ളൂ. റൂബനും ഷിഫ്റ്റ് ആയിട്ട് റൂബൻ ഇപ്പം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ റയാനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അങ്കുവിനെ നമ്മുടെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. അരമണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന് നമ്മുടെ ആ ടൗണിലോട്ട്. അവിടെ കുറേ കടകളുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കടയാണ്. നേരത്തെ എനിക്ക് നല്ലൊരു സർവീസ് കിട്ടിയതാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ വാങ്ങിച്ചപ്പോൾ അവരറിയാതെ 50 രൂപയുടെ പില്ലോ കവറിന് 10 എണ്ണം വാങ്ങിച്ചത് 500 എന്ന് പറഞ്ഞ് 5000 രൂപ എക്സ്ട്രാ ഇട്ടു. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് കണ്ടത്. ഞാൻ അവരുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ച ഉടനെ തന്നെ അവരെനിക്കത് ട്രാൻസ്ഫർ ചെയ്ത് തന്നു കേട്ടോ. അത്ര നമുക്ക് വിശ്വാസമുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും അവർ ചെയ്തു തരാറില്ല. ഇവിടെ ഉള്ളവരൊക്കെ നമ്മളടുത്ത് വെറുതെ തട്ടിക്കയറും. പക്ഷെ അവർ പറ്റിച്ചതല്ല. അവർ ശരിക്കും അവർക്ക് ഒരുപാട് കടകളുള്ളൊരു ഷോപ്പാട്ടോ. അവർക്ക് കസ്റ്റമർ സർവീസും കാര്യങ്ങളും, കസ്റ്റമർ കെയറിൽ ആ അക്കൗണ്ടൻ്റാണ് പിന്നെ എന്നെ വിളിച്ച് ഇട്ടൊക്കെ തന്നത്. അപ്പോൾ അതേ നമ്മുടെ ഗ്രാമക്കാഴ്ച പോകുന്ന വഴി കണ്ടോ, പശുക്കൾ, എന്തോരം പശുക്കളാണെന്നറിയാമോ. ഇവിടെ ശരിക്കും യാദവന്മാർ കുറേ പേരുണ്ട്. യാദവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണൻ്റെ കുലം, യാദവ് കുലം എന്ന് കേട്ടിട്ടില്ലേ, രാജസ്ഥാനിലാണത്. പക്ഷെ ഇവിടെയും കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരാണ് ഇങ്ങനെ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതേ പശുവും അതുപോലെ തന്നെ കാളയും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഒരു കൂട്ടം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ കണ്ടോ അടുത്തത്. അതിൻ്റെ കൊമ്പ് കണ്ടാൽ തന്നെ പേടിയാവുകയെ. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. ഇതുപോലെ തന്നെ ആടും, ചെമ്മരിയാടും, നമ്മുടെ എരുമയുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് പോകും. മെയിൻലി ഈ പശുക്കളാണ് ഈ യാദവന്മാർ ഇതിനെ ഇങ്ങനെ മേയിച്ച് ഇങ്ങനെ നടക്കുന്ന നമുക്കെപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയുണ്ടോ. ഓരോന്നോരോന്നായിട്ട് പോകുന്നതുണ്ടോ. എൻ്റെ കൊമ്പിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതൊരു തോണ്ട് കൊണ്ടിയാൽ നമ്മൾ സൈഡിൽ കിടക്കുവേ. അപ്പം നമ്മളത് അവരെ ശല്യപ്പെടുത്താതെ നമ്മൾ നിർത്തി കൊടുക്കും. അവർ പോട്ടെ, കുറച്ച് ടൈം എടുക്കും, എങ്കിലും ക്ഷമ വേണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട് കൂടാതെ ചുറ്റുമുള്ള കാഴ്ചകൾ കേട്ടോ. ചുറ്റും പാടങ്ങളാണ്. ഇപ്പോൾ മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ തണുപ്പ് വരുന്നതിന് ആ ഇടയ്ക്ക് അധികം കൃഷിയൊന്നും ഇവിടെ ഈ സമയത്ത് ചെയ്യത്തില്ല. ആകെ ഉള്ളത് മെയിനായിട്ട് ബാജ്രയാണ്. പിന്നെ അത്യാവശ്യമുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇപ്രാവശ്യം ബാജ്രയ്ക്ക് ഒത്തിരി നഷ്ടം വന്നു കേട്ടോ. ഈ മഴ പെയ്ത് ഒരുപാട് കർഷകർക്ക് നഷ്ടമായി. അതുപോലെ തന്നെ പഞ്ഞിയുണ്ടല്ലോ, നമ്മുടെ കോട്ടൺ കൃഷി, അതൊക്കെ കുറച്ച് നഷ്ടത്തിലായി ഇപ്പോൾ മഴ പെയ്തുകൊണ്ട്. മഴ കുറച്ച് കൂടുതലായിരുന്നു ഇപ്രാവശ്യം. അപ്പം മെയിൻലി ഇതേ ഇപ്പോൾ ബാജ്രയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഓരോന്നോരോന്ന് നല്ല കൃഷികൾ വരും. മെയിൻലി കടുകിൻ്റെ സമയം ഹരിയാന ഏറ്റവും ഭംഗിയുള്ള സമയമാണ്. ആ സമയം ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വേറിട്ട് കുറച്ച് കാഴ്ചകളും ഉണ്ട്. അപ്പം നമുക്ക് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ദാദ്രി എത്തി. ദാദ്രി എന്നാണ് നമ്മുടെ ടൗണിൻ്റെ പേര്. ഞാൻ പേര് പറഞ്ഞില്ലല്ലോ, ദാദ്രി പട്ടണം. ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ ഷോപ്പ്, പ്രകാശ് ഫാൻസി എംപോറിയം. ഇതുപോലത്തെ 3-4 കടകളുണ്ട് ഇവർക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് സ്വന്തമായിട്ട് മില്ലുള്ളതാണ്. ഇത് ബെഡ്ഷീറ്റും ടവൽസും ഒന്നും മാത്രമല്ല, ചുരിദാർ, ലെഹങ്ക എല്ലാം ഉണ്ട് ഇവിടെ. 3-4 നിലകളായിട്ടുണ്ട്. ടവൽസൊക്കെ നമ്മുടെ ബോംബെ ഡൈങ്ങിൻ്റെ പോലത്തെ ടവൽ 300 രൂപയ്ക്ക് കിട്ടും. ബോംബെ ഡൈങ്ങിൻ്റെ ഒക്കെ ടവലിന് എന്തോരം വലിയതാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ കണ്ടോ, ഇതൊക്കെ ചുരിദാറിൻ്റെ സെറ്റുകളും പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ മെയിൻലി ബെഡ്ഷീറ്റ് വാങ്ങാനാണ് ഇവിടെ വരുന്നത്. ബെഡ്ഷീറ്റ്, നമ്മുടെ പില്ലോ കവർ, ടവൽസ്, നമ്മുടെ ഈ സോഫ സെറ്റിനുള്ള കവറുകൾ, അതൊക്കെ ഇവിടെ അവൈലബിളാണ്. അതേ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ആ സെക്ഷനിലോട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വേറെ സെക്ഷനിലോട്ടൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ഈ ഒരു സെക്ഷനിലോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതൊരു നില മുഴുവൻ, ഒരു ഏരിയ മുഴുവൻ ഇതാട്ടോ. നമ്മുടെ ബ്ലാങ്കറ്റ്സും ഇനിയിപ്പോൾ തണുപ്പിൻ്റെ ക്വിൽട്ടും മടക്കി വെച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബെഡ്ഷീറ്റിന് 200 എബോവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും വില കൂടിയ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 820. അതിന് മുകളിലോട്ട് പോകത്തില്ല. ഹോൾസെയിലല്ലേ, അപ്പം നമുക്കും ആ വിലയ്ക്ക് തന്നെ കിട്ടും. നല്ല ലാഭം കേട്ടോ. കാരണം ബെഡ്ഷീറ്റ് തന്നെ കോട്ടൻ്റെ പല വെറൈറ്റീസാണ്. അപ്പം നമ്മൾ നോക്കി വാങ്ങണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്. എനിക്കാകെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ രാജസ്ഥാനി ആ ഒരു ഇതേ അറിയത്തുള്ളൂ കേട്ടോ. കാരണം അത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുമെന്ന് അറിയാം. അല്ലാതെ നമ്മൾ ഇവിടെ നിന്നുള്ള കോട്ടൺ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയാൽ കോട്ടൺ ആയിരിക്കും. പക്ഷേ ഇവിടെ തണുപ്പത്ത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബട്ടർ കോട്ടൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് കണ്ടോ. പക്ഷേ ഈ ബട്ടർ കോട്ടൺ നല്ല കേട്ടോ. കാരണം ഞാൻ വാങ്ങിച്ചത് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബട്ടർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്റ്റഫാണ്.
അപ്പോൾ ഓരോ കോട്ടണിനും ഓരോ പേരുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ വാങ്ങണം. തണുപ്പിനും ചൂടിനും വ്യത്യാസമുള്ളത് ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. എനിക്കിപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാൻ മെയിൻലി രാജസ്ഥാനിയാണ് കൂടുതലും നാട്ടിൽ പോകുമ്പോൾ വാങ്ങുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഈ രാജസ്ഥാനി ബെഡ്ഷീറ്റുകളാണ് കുറച്ച് നല്ലത് നമ്മുടെ ക്ലൈമറ്റിന്. അപ്പോൾ രാജസ്ഥാനി ഏതായാലും നമ്മുടെ സിംഗിളിന് ഒരു 280 തുടങ്ങും. പിന്നെ ക്വീൻ സൈസ് ഒരു 520, പിന്നെ കിങ് സൈസ് ഒരു 820, 750, 820. കണ്ടോ, ഈ 2500 ഇത് ഇട്ടേക്കുന്നത് നമുക്ക് അവിടെ ഈ പ്രൈസിനായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് മാക്സിമം 820 വരെ ഉള്ളൂ, 750 ഉള്ളൂ. ഈ 1999 എഴുതിയേക്കുന്ന ഈ ബെഡ്ഷീറ്റിനൊക്കെ ഇവിടെ 750 രൂപയ്ക്ക് നമുക്ക് കിട്ടും. നല്ല ക്വാളിറ്റി ആട്ടോ. അപ്പം നോക്കി എടുക്കാൻ അറിയാമെന്നൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാം. ശരിക്കും ഒരു കച്ചവടം തന്നെ തുടങ്ങാം. പക്ഷേ ഹർഷയ്ക്ക് അറിയാം, കാരണം നേരത്തെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടേ. അപ്പോൾ നമ്മളത് നോക്കി വാങ്ങുക. രാജസ്ഥാനി വാങ്ങുന്നുണ്ട്, അല്ലാതെയും പുള്ളിക്കാരി വാങ്ങാമെന്ന് പറയുന്നുണ്ട്. കാരണം നല്ലതുണ്ട്. ഞാൻ വാങ്ങിച്ച് എനിക്കിപ്പോൾ അറിയാം. ഞാൻ നമ്മുടെ വീട്ടിൽ വിരിച്ചേക്കുന്ന 2-3 ഈ ബട്ടർ കോട്ടൻ്റെ നല്ല സോഫ്റ്റാണ്. നനച്ച് 2-3 വട്ടം കഴിയുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ തുണിയുടെ അത് അറിയുന്നത്. രാജസ്ഥാനി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഉണ്ടോ, ഇതൊക്കെ സിംഗിൾ ബെഡ്ഷീറ്റുകളാണ്. 280, 50 അങ്ങനെയുള്ള ഇതിൽ ഇതൊക്കെ രാജസ്ഥാനി വർക്കാട്ടോ. സിംഗിള് ഞാൻ പറഞ്ഞല്ലോ 200 ഇത്രയും. പിന്നെ ഡബിള് എന്ന് പറയുന്നത് 500 ശിഷ്ടം. ഏറ്റവും വലുതാണ് ഡബിൾ എന്ന് പറയുന്നത് ക്വീൻ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കിങ് സൈസ് എന്ന് പറയുന്നത് വലിയ കട്ടിലിന് പറ്റുന്നത്. അതിനാണ് ഒരു മാക്സിമം 820, 750, 820 ആ റേഞ്ചിൽ. ഇത് മെയിൻലി എല്ലാത്തിനും ഇതേ വിലയാട്ടോ. പിന്നെ ടവൽസ്, വലിയ ടവലിനൊക്കെ 300 രൂപയ്ക്ക് നമുക്ക് കിട്ടും. നല്ല ടവലാട്ടോ. ഞാൻ കാണിച്ചു തരാം വീട്ടിൽ ചെന്നിട്ട്. ഞാൻ വാങ്ങിച്ച എൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ പില്ലോ കവർ, ഇത് സെറ്റിന് 100 രൂപ, 2 എണ്ണം കാണും. ഇതാണ് ഞാൻ അന്ന് തെറ്റി ബില്ലടിച്ചെന്ന് പറഞ്ഞല്ലോ. ഇതുപോലത്തെ 50 രൂപ ഒരെണ്ണത്തിന്. അങ്ങനെ നമ്മളിപ്പോൾ 10 എണ്ണം വാങ്ങുവാണെങ്കിൽ നമുക്ക് 500 രൂപയല്ലേ ആവും. അവരറിയാതെ 5000 ഇട്ടു. അങ്ങനെയായിരുന്നു മിസ്റ്റേക്ക് പറ്റിയത്. കണ്ടോ, അപ്പോൾ കുറച്ച് പില്ലോ കവറും ഒക്കെ ഹർഷ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വാങ്ങിയത് കുറച്ച് ഇരിപ്പുണ്ട്. ഞാൻ ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് വാങ്ങാറുണ്ട്. എൻ്റെ കയ്യിലിപ്പം ഓൾറെഡി കുറച്ച് സ്റ്റോക്കുകളും ഉണ്ട്. എല്ലാം കൂടെ വാങ്ങി വെച്ചിട്ടും കാര്യമില്ലല്ലോ. ക്വിൽറ്റ് കണ്ടോ, 250 രൂപയുള്ളൂ ഇതിനൊക്കെ. നല്ല സോഫ്റ്റാണ്, നല്ല ചൂട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ പിള്ളേരുടെ തൊട്ടിൽ പോലത്തെ സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് പോലും പേരറിയത്തില്ല കേട്ടോ. കുറേ തുണികൾ എന്തൊക്കെയോ ഉണ്ട്. അപ്പം ഞാൻ ഈ സെക്ഷൻ മാത്രമേ ഇപ്പം കാണിക്കുന്നുള്ളൂ. ഞാൻ മറ്റുള്ള സെക്ഷനിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല. ടവല് താഴത്തെ സെക്ഷനിലുണ്ട്. ടവൽസ് നമുക്കറിയാമല്ലോ, സാധാരണ നമുക്ക് കിട്ടുന്ന ടവൽ തന്നെയാണ്. സൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ വർക്ക്, ഹെവി വർക്കൊക്കെ ഉള്ളു. പിന്നെ ലാച്ച, ലെഹങ്ക, അതൊക്കെ കല്യാണ സമയത്ത് ഞാൻ അങ്ങനെ ഓവർ വർക്കുള്ളതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ചെറിയ വല്ല അത്രയൊക്കെ ഉള്ളൂ. മാത്രമല്ല സൂട്ട്സ് ഞാൻ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വല്ല കുർത്തിയോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ ജീൻസിന് പറ്റിയ ടോപ്പ്, അതൊക്കെ ആയിട്ടുണ്ട് പോകുന്നത്. പിന്നെ ദേ ഹർഷ ആവശ്യമുള്ളതൊക്കെ വാങ്ങി. പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ രാക്കി അപ്പുറത്തായിരുന്നു പാർക്ക് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ പിക്ക് ചെയ്തതേ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി കേട്ടോ. ഇതേ മരങ്ങൾ കണ്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ആ പാടങ്ങളുടെ ആ മരങ്ങൾ, ആ സൈഡിൽ മുഴുവൻ പാടങ്ങളാട്ടോ. ഞാൻ അങ്കുവിൻ്റെ സ്കൂളും നേരത്തെ ഒരു ഹോസ്പിറ്റലും ഒക്കെ കാണിച്ച പോലെ നമ്മുടെ ടൗൺഷിപ്പും കുറേ പാടങ്ങൾക്കിടയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഒരു അതിഥിയായിട്ട് നമ്മുടെ കാറിൽ വന്നിരിക്കുന്ന ഒരു പച്ചക്കുതിരയെ കണ്ടോ. അത് കുറേ നേരം അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെയൊക്കെ തട്ടി നോക്കിയിട്ടൊന്നും അത് പോയില്ല. കുറേ നേരം അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പോവുക, കാരണം റയാൻ റൂബനുമായിട്ട് ഇരിക്കുവാണ്. അങ്കു പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം ഞങ്ങളിതേ വെച്ച് വിട്ടിനി വീട്ടിലോട്ട് പോവുക. പച്ചക്കുതിര അവിടെ തന്നെ ഇരിക്കുവാണേ. അത് പോകുന്നേ ഇല്ല. കുറേ നേരം ഇരുന്നിട്ടാണ് എഴുന്നേറ്റ് പോയത്. അപ്പോൾ നമ്മുടെ ഗ്രാമക്കാഴ്ചകൾ ഇതൊക്കെ ആട്ടോ. ഹർഷ വന്ന സമയത്തെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നത്. ഇപ്പം ഞാൻ ഇട്ടെന്നേ ഉള്ളൂ, എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാട്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.